ഹലോ ഗൈസ്, വെൽക്കം ടു വെട്ടക്കാരൻ വ്ളോഗ്. കഴിഞ്ഞ വീഡിയോയിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇത്തവണ വെള്ളം ക്ലീൻ ചെയ്ത് നല്ല കിടുവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജോണിക്കുട്ടി നമ്മൾ ഫീഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ചാളയാണ് എടുത്തേണേ, നമ്മുടെ മത്തി. ഇത്തിരി പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, ചെറിയ പഴുക്കൊക്കെ ഉണ്ട്. സലിംകുമാർ പറഞ്ഞല്ലേ 40 രൂപയുടെ വയറ് പൊട്ടിയ ചാളയാണ്. 10 രൂപയുടെ വയറ് പൊട്ടിയ ചാളയും വാങ്ങിച്ച്. ജോണി തന്നെ അനുസരണയുള്ള കുട്ടൻ കേട്ടോ, എങ്ങോട്ട് വിളിച്ചാൽ അപ്പൊ നമുക്ക് ജോണിനെ എങ്ങോട്ട് വേണമെങ്കിലും നല്ല രസമാട്ടോ ജോണി. ഇത് അയ്യോ ഗൈസ്, നിങ്ങൾ കണ്ടായിരുന്നു എന്റെ പൊന്നു. വാടാ ഇട്ടു യെസ്, ജോണി എടുത്തുവിട്ടത്. ഹലോ ഗായ്സ്, വെൽക്കം ടു വെട്ടക്കാരൻ വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ തന്നെ നമ്മുടെ കഴിഞ്ഞ തവണത്തെ വീഡിയോ നിങ്ങൾക്ക് ഒട്ടും ക്ലിയർ ആയിരുന്നില്ല. അപ്പോൾ നമ്മളിതേ വെള്ളമൊക്കെ നിറച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവന് വേണ്ടി കുറച്ച് തമാശയ്ക്കായിട്ട് കുറച്ച് പരൽമീനെയൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ കാണാൻ പാടില്ല, അവന്മാരെല്ലാം പായലിൻ്റെ അടിയിൽ കയറി വിളിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ ഫീഡ് എടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ ജോണി ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. എന്നാലും വെട്ടത്തിൻ്റെ ഇഷ്യൂ ഉണ്ട് കേട്ടോ, ലൈറ്റ് അടിക്കേണ്ടത്. പരലിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പരൽ അതിൽ കൂടെ ഓടി നടക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചു തരാൻ നോക്കാം. ജോണി റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ. ഹാൻഡ് ഫീഡ് ചെയ്യൽ ഡേഞ്ചറാണ് ഉണ്ടോ. അവനിവിടെ റെഡിയാ. വേടാ ചേട്ടാ ജോണിക്കോട്ടെ കണ്ട് കയറുന്നേ ഉണ്ടോ. ജോണി റെഡിയാ. അപ്പോൾ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ നോക്കി. വെറുതെ എൻ്റെ കയ്യിൽ 3-4 സ്റ്റിച്ച് ഇടാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റിക്ക് വഴി ഫീഡ് ചെയ്യാം, അതാണ് ബെറ്റർ. ജോണി തന്നെ അനുസരണയുള്ള കുട്ടൻ കേട്ടോ, എങ്ങോട്ട് വിളിച്ചാലും അപ്പോൾ പരലിനെ കണ്ടോ. ജോണിൻ്റെ താഴെ നിങ്ങൾ നിൽക്കണ കണ്ടോ. ഒരു 8-10ഓളം പരലിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഒരു പരലിന് ഫംഗസ് അടിച്ചിട്ടുണ്ടെന്നു കേട്ടോ ഗൈസ്. അതൊരു പ്രശ്നമാണ്. ഇത്തിരി മെഥിലിൻ ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും സൊല്യൂഷൻ. ഫംഗസ് അടിച്ചിട്ടുണ്ട് ഒരു പരലിൽ. ജോണിക്കതൊരു കുഴപ്പമല്ല, പക്ഷെ ബാക്കിയുള്ള പരലിന് അതൊരു പ്രശ്നമാണ്. എന്തായാലും നമുക്ക് സ്റ്റിക്ക് വഴി ഫീഡ് ചെയ്യാവേ. കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇത്തവണ വെള്ളം ക്ലീൻ ചെയ്ത് നല്ല കിടുവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം ക്ലീൻ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് വേറെ കുറേ പണിയൊക്കെ കിട്ടി. ഇപ്പം അടുത്തതിൽ ഓട്ടയൊക്കെ വേണം. എന്തായാലും നിങ്ങളെ പറഞ്ഞധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന സംഭവത്തിലിട്ട് നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മുടെ ജോണിക്കുട്ടി നമ്മൾ ഫീഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ചാളയാണ് എടുത്തേണേ, നമ്മുടെ മത്തി. അപ്പോൾ നമ്മൾ മീനൊക്കെ മേടിക്കാൻ ചെല്ലുമ്പോൾ തിരുവെന്നും പറഞ്ഞ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടാവല്ലോ, അങ്ങനത്തെ ചെറിയ ചാളയൊക്കെയാണ് മേടിച്ച് വെച്ചേക്കണേ. ഇത്തിരി പൊട്ടിയിട്ടൊക്കെ ഉണ്ട്, ചെറിയ പഴുക്കൊക്കെ ഉണ്ട്. സലിംകുമാർ പറഞ്ഞല്ലേ 40 രൂപയുടെ വയറ് പൊട്ടിയ ചാളയാണ്. 10 രൂപയുടെ വയറ് പൊട്ടിയ ചാളയും വാങ്ങിച്ച്. അതിലൊരു ചാള പൂച്ച എടുത്തിട്ട് പോയപ്പോ ആ പൂച്ചയുടെ പുറകെ 5 കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മലത്തടിച്ച് വയറ്റിൽ ഇക്കല് കാണിച്ച് അത് കക്കിച്ച് എന്നിട്ട് ആ ചാള കൊണ്ടുപോയി കുടമ്പുളിട്ട് കറി വെച്ച മരം കൊത്തി മോറനാണ് നിന്റെ മേമൻ. അപ്പോൾ എന്തായാലും ജോണിക്ക് അതൊക്കെ മതിയെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ചാള എടുത്തപ്പോൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. മാക്സിമം പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഹിറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു വയ്ക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മീൻ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ മീനൊക്കെ അങ്ങനെ ചത്തുപോയിട്ടുള്ളതാണ്. സിവിൽ സിറിയാക്കിൻ്റെ മീനാണോ ആരെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാൻ കറക്റ്റായിട്ട് അറിയില്ല. ആരോ 2 യൂട്യൂബേഴ്സിൻ്റെ കണ്ടിട്ടുണ്ട് ആലിഗേറ്ററിന് ഇങ്ങനെ ഫീഡ് കൊടുത്തപ്പോൾ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നല്ലോണം രീതിയിൽ കഴുകിയിട്ടൊക്കെ ആയിട്ട് എടുത്തേക്കണേ. പിന്നെ നമ്മൾ സ്റ്റിക്ക് ഇത് ഈ ഒരു ചൂണ്ടക്കണ റെഡിയാക്കി വെച്ചേക്കാണ്. ഇതിൻ്റെ ടിപ്പിൽ ഇതിങ്ങനെ കമ്പിയൊക്കെ കോർത്ത് വെച്ചിട്ട് ഈ കമ്പി കോർത്താണ് കൊണ്ടുപോയി കൊടുക്കണേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ. ഈ കമ്പിയിൽ ചാള എങ്ങനെ കോർത്ത് വെച്ചേക്കാട്ടോ, ഉണ്ടല്ലേ. മീനെ എങ്ങോട്ട് വേണമെങ്കിലും കളിപ്പിക്കാം, നല്ല രസമാട്ടോ ജോണി. ഇത് ഉയ്യോ ഗായ്സ്, നിങ്ങൾ കണ്ടായിരുന്നോ അത്? എൻ്റെ അപ്പോന്നു ഇവിടെ എൻ്റെ പൊന്നു ഗായ്സ്. വാടാ അയ്യോ ഇട്ടു യെസ്, ജോണി എടുത്തോട്ടോ അത്. അപ്പോൾ അതെ ഈ തവണത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചാള എങ്ങനെ അവൻ കഴിക്കണേന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷ അവൻ നല്ല വിശന്നിരിക്കായിരുന്നു കേട്ടോ, ഓടിച്ചിട്ട് അവൻ എടുത്തു. അവൻ്റെ വെള്ള വാ ഇൻസൈഡ് നമുക്ക് കാണാം കേട്ടോ, ക്ലീനായിട്ട് നല്ല വെള്ള വായ കേട്ടോ. ശരിക്കും പൊളിച്ച് മടക്കി എടുത്തേന്നു കേട്ടോ. എൻ്റെ അമ്മ, ഞാനതൊട്ടും പ്രതീക്ഷയില്ല കേട്ടോ അവൻ ഓടി അടിക്കുമെന്ന്. ഈ വായിൻ്റെ ഉള്ളിൽ ഹെവി ആയിട്ടുള്ള ഫുഡ് ഐറ്റം കിടക്കുമ്പോഴാണ് വായ ഇങ്ങനെ വിടർത്തി പിടിക്കുന്നത് കേട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളിക്ക് ഇറക്കി വിടാൻ വേണ്ടിയാണ്. ശ്വാസതടസ്സമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, നൈസായിട്ട് എടുത്തോളൂ.
പുള്ളി ഓടിയത് ഞാനൊട്ട് പ്രതീക്ഷയില്ല കേട്ടോ അത്ര ഓടുമെന്ന്. ഏകദേശം അത് ഇറങ്ങിക്കഴിഞ്ഞു കേട്ടോ. നമ്മൾ രണ്ടാമത്തെ ചാള സെറ്റ് ചെയ്തേക്കാണ്. ജോണി പുറകെ എത്തും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയാൻ പാടില്ല കേട്ടോ. അയ്യോ വട 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 ഓടിയോ ഓടിയോ. അത്ര അഗ്രസീവായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള അലഗേറ്റർക്കാരനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എവിടെയെങ്കിലും ഉണ്ടോ നമ്മുടെ ജോണിക്കുട്ടനല്ലാണ്ട്? എന്നെ വരവെന്ന് നോക്കി. വാടാ എന്നടാ എന്നടാ എന്നാ എന്നാ വാ വാ മോനെ ജോണി ചാടിക്കടിക്കടാ. ഉള്ളി ദേ വന്നാണ്ട് കടിക്കടാ കടിക്കടാ. കടിച്ചു കടിച്ചു. ഉയ്യോ കമ്പോടെ അടിച്ചോണ്ട് കിട്ടോ. കഴിച്ച് കഴിച്ച് കഴിച്ച്. രണ്ടാമത്തെ ചാള കേട്ടോ. വിഴുങ്ങി. അപ്പോൾ അതെ ഇത്രയും അഗ്രസീവായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള അടിപൊളി നമ്മുടെ ഭീകരനായിട്ടുള്ള ആലഗേറ്റർക്കാരനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ പറയുക മറ്റുള്ള ആലഗേറ്റർക്കാരാണോ നമ്മുടെ ജോണിയാണോ ഏറ്റവും അടിപൊളി എന്ന് നിങ്ങൾ പറയുക. എങ്ങനെയുണ്ട് നിങ്ങളുടെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാൽ മതി ഇവൻ്റെ അഗ്രഷൻ. ഇതിപ്പോൾ ഡെയിലി ഫീഡ് കൊടുക്കുന്നതുകൊണ്ടാണ് പുള്ളിക്ക് അത്ര അഗ്രഷൻ ഇല്ലാത്തത്. നേരത്തെ എനിക്ക് പിന്നെ ഫ്രിഡ്ജ് ബോക്സിലായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവന് കറക്റ്റ് സമയത്ത് കറക്റ്റ് ഫുഡാണ്. അങ്ങനെ ഇട്ട് കൊടുക്കാൻ നേരത്ത് അവൻ കടിക്കാൻ വരുമായിരുന്നു. അപ്പോൾ അവന് അത്ര അഗ്രഷൻ ഇല്ല. എന്നാലും അവൻ നോക്കി നിൽക്കാറുണ്ട് പണ്ടത്തെ പോലെ തന്നെ. സെറ്റാട്ടോ. നമുക്ക് നോക്കാം, ഓരോട് കൊടുത്തു നോക്കാം. നമ്മളൊരു ചാളയോടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉയ്യോ വണ്ടി അങ്ങ് സ്റ്റാർട്ടാവണമുണ്ടോ? എന്നെ സ്പീഡിലാണ് വന്നേ നോക്കി. വട 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 ഓടി വട ഓടി വട. ഇവിടെ ഉണ്ടാ ഇവിടെ ഇവിടെ ഓടിയാ ഓടിയാ. പുള്ളിക്ക് പറ്റിക്കുമ്പോൾ പുള്ളിക്ക് നല്ല ദേഷ്യം വരും കേട്ടോ. പുള്ളി കൊടുക്കാന്നുള്ള മട്ട് വന്നിട്ട് കൊടുക്കാണ്ടിരിക്കുമ്പോഴേ ഭയങ്കര ദേഷ്യം വരും അവന്. ഞാൻ ജോണിനെ നല്ല രീതിയിലിട്ട് കളിപ്പിച്ച് അവനെ പ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം ലോങ് ആയതുകൊണ്ടാണ് ഞാനിത് ഓടിച്ചു വിടുന്നത്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കടിച്ച് 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 വേണ്ടോണം. മൂന്നാമത്തെ ചാള 100 രൂപ കൊടുത്ത് ചാള മേടിച്ച് ഡെയിലി മീൻ തീറ്റ കൊടുക്കുന്ന യൂട്യൂബറിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വേറെ കൊടുക്കുന്നുണ്ടാവും ഇതേപോലെ. ഇതൊരു വട്ടാട്ടോ സത്യം പറഞ്ഞാൽ. എനിക്ക് വട്ടാന്നാണ് വീട്ടുകാർ പറയണേ. മീൻ ചാള മേടിച്ച് കൊടുക്കുന്നു. നിനക്ക് ഭ്രാന്താണ്, നിനക്ക് കൂട്ടാൻ വെച്ച് കഴിച്ചുകൂടെയെന്നാണ് വീട്ടിൽ ചോദിക്കണേ. ഫ്രണ്ട്സും ചോദിക്കുന്നുണ്ട്, കുറേ പേര് കളിയാക്കുന്നുണ്ട്. പക്ഷേ എന്താ, നമുക്ക് നമ്മുടെ ജോണീനെ നമ്മുടെ സ്വന്തം വീട്ടിലൊരു അതിഥീനെ പോലെയാണ് നമ്മൾ നോക്കി നടന്നത്. അതുകൊണ്ട് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണത് നല്ല രീതിയിൽ. അപ്പോൾ അവൻ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. അതിന് മുന്നത്തെ വീഡിയോയിൽ 2 അടിയായിരുന്നു, പിന്നെ 2.5 ആയി. വണ്ണവും വെച്ചിട്ടുണ്ട്, ഗർത്തൊക്കെ നല്ല സൈസ് കയറിയുണ്ട്. നല്ല രീതിയിൽ ഫീഡ് കൊടുക്കണോട്ടോ പുള്ളി. അയ്യോ പേടിച്ചുപോയി പേടിത്തോണ്ടരാട്ടോ. അവൻ പോയ സമയം കൊണ്ട് വെള്ളം മൊത്തം കലങ്ങിയിട്ട് ഒറ്റ അമ്മോ. പുള്ളി എയർ എടുക്കാനങ്ങാണ്ട് വന്നാ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാൻ എഴുന്നേക്കണ കണ്ടപ്പോൾ പുള്ളിക്ക് പേടി കിട്ടി. ഭയങ്കര എന്തോ സംഭവം എഴുതിപ്പോയി. ഇനി ഒരു കുഞ്ഞൻ ചാളയോടെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ആഹാരത്തിന് ശേഷം കുറച്ച് എയർ എടുക്കുക. എന്നാലാണ് പിന്നെ കുറേ നേരം വെള്ളത്തിനടിക്കടെ പാഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. പവർ കണ്ടോ നിങ്ങൾ? ആ വെള്ളം അടിച്ചൊരു പവറോടാണോ? അതാണ് നമ്മുടെ ജോണി. ചെറുക്കൻ നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട്. വന്നേണ്ടേ അവൻ. ഇതിപ്പോൾ ഇങ്ങനെ കിടക്കണമെന്നുള്ളൂ കേട്ടോ. വെള്ളം ക്ലിയറായിട്ട് 2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ നാളെ ഇവൻ ഈ വെള്ളത്തിൻ്റെ കളർ മാറ്റും. പിന്നെ വേസ്റ്റിൻ്റെ കാര്യം എല്ലാവർക്കും ഒരു ഡൗട്ടുള്ളായിരിക്കും, എന്തോരം ഇത് വേസ്റ്റ് ഇടുമെന്ന്. ഗായ്സ്, നമ്മൾ പറയുകയാണെങ്കിൽ ചെറിയ നായ്ക്കുട്ടി, ഒരു പട്ടിക്കുട്ടിയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ക്യാറ്റൊക്കെ പൂച്ചയൊക്കെ ഇടുന്ന പോലെ തന്നെ നല്ല രീതിയിൽ വേസ്റ്റ് ഇടും. അതും നമ്മുടെ എന്താ പറയുക, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കന്നാലിക്ക് പശുവിനെ കൊടുക്കണ തിരി ഉണ്ടല്ലോ, ആടിനെ കൊടുക്കണേ തിരി എന്ന് പറഞ്ഞാൽ KKPയുടെയോ അങ്ങനെ കണ്ടോ കാലിത്തീറ്റ ഉണ്ടല്ലോ,
KS കാലിത്തീറ്റ. ആ കാലിത്തീറ്റയുടെ രൂപത്തിലാണ് ബിറ്റായിട്ട് ഇങ്ങനെ ഇടണേ. അത് ശരിക്കും പറഞ്ഞാൽ പട്ടിയൊക്കെ ഇടുന്ന പോലെ തന്നെ വാരി വെതറിയിട്ട പോലെ കിടക്കും. അപ്പോൾ നല്ല രീതിയിൽ ഒരു ക്ലീനിങ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കൊണ്ട് നടക്കാം. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് അഴുക്കാക്കുന്ന ഒരു മീനാട്ടോ. ഫുഡ് കഴിക്കണതനുസരിച്ച് തന്നെ നല്ല രീതിയിൽ വേസ്റ്റ് വരും. പിന്നെ ഇവനിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്യാവശ്യം വലിയ സൈസായി ഇവൻ. ഇപ്പോൾ ഇവൻ്റെ ഈ കുളത്തിൽ ഇവന് ഇഷ്ടംപോലെ ഓടി നടക്കാൻ സ്ഥലമുണ്ട്. പക്ഷെ ഒരു 2 മാസം കഴിഞ്ഞാൽ ഇവന് ഈ കുളത്തിൻ്റെ അത്യാവശ്യം ഒരു ലെങ്ത് ആവും, ഒരു വീതിയുടെ അത്ര നീളം വയ്ക്കും. നല്ല രീതിയിൽ ഇനിയും ഫുഡും കൂടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഒരു 5 അടി വരെയൊക്കെ ഇതിനകത്ത് കിടക്കാതെ തോന്നും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അവന് തിരിയാനും പറയാനും സ്ഥലം ഉണ്ടാവില്ല, വേറെ വലിയ കുളം കൊത്തേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. നമുക്കൊരു 2-3 തവണ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നായിരുന്നു. ആ സമയത്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വീട്ടിൽ പറയണ്ടായിരുന്നു. പക്ഷേ കൊടുക്കാനുള്ളൊരു മനസ്സില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരെണ്ണം അവിടെ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഈ ചാള കേട്ടോ കൂട്ടത്തിൽ ഏറ്റവും ചെറുത്, ഒരു പരലിൻ്റെ അത്ര ലെങ്ത് ഉള്ളത് കേട്ടോ, എൻ്റെ ഫിംഗർ സൈസുള്ളൂ. തിരിവാണ്, വളരെ ചെറിയ ചാളയാണ്. ഇതവനിട്ട് കൊടുക്കാം. നമ്മുടെ തോട്ടി ഒന്ന് നീട്ടിക്കൊണ്ടിരട്ടെ. വടിയോ? യെസ്, ഫോക്കസ് ഔട്ടായി തോന്നല്ലോ. ഫോക്കസ് ചെയ്യട്ടെ. ഗായ്സ്, ജോണി അവിടെ ചിറകൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കും കേട്ടോ. അതിൻ്റെ റിയാക്ഷൻ കാണിച്ചു കേട്ടോ. കേട്ടോ പുള്ളി റെഡിയായി, ഇനിയും പോരട്ടെ എന്ന് പറയണേ. അപ്പം മനസ്സിലായില്ലേ, ഇനി കൂടുതൽ ഫുഡ് അത് കഴിക്കും. 3 ചാള 4 ചാളയൊന്നും പോരാ. അപ്പം വലുതായി തുടങ്ങി ചെറുക്കൻ. ഇനിയും ഫുഡ് പോവും, പക്ഷേ ഒരു 3 എണ്ണം കയറിയോണ്ടാന്ന് തോന്നുന്നു ഭയങ്കര മടിയാട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓടിച്ചു വിട്ടത് കേട്ടോ. കുറേ നേരം എടുത്തു കേട്ടോ അത്. യെസ്, അതവൻ കഴിച്ചു കേട്ടോ. തുപ്പിക്കളഞ്ഞു കേട്ടോ, വേണ്ടാന്ന് തോന്നും. ചിലപ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കാണില്ല, അല്ലെങ്കിൽ വയറ് നിറഞ്ഞു കാണും. നിറയാണ്ടിരിക്കാൻ ചാൻസില്ല. തട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പിന്നെയും പോയി നോക്കി തിന്നു കേട്ടോ. പുള്ളിക്ക് എന്നാന്ന് വെച്ചാൽ അനങ്ങണ സാധനങ്ങളാണ് പുള്ളി അടിക്കണത്. അപ്പോൾ ഈ ചാളിട്ട് ഓടിക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീനിൻ്റെ ലുക്ക് തോന്നൂല്ലോ, അതോ ജീവനോടെ ഓടണ മീനായിട്ട് തോന്നൂല്ലോ. അപ്പോൾ പുള്ളി തിന്നും. പുള്ളി തട്ടിപ്പയ്യെ മണത്ത് എടുക്കുക ചെയ്ത് തിന്നാൻ ചാൻസ് ഉണ്ട്. വേണ്ട, ഇട്ടിട്ട് പോയി. അപ്പോൾ കാശ് ഇന്നത്തെ ഫീഡിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നമ്മുടെ ചെറിയ ചാള അവിടെ കിടപ്പുണ്ട്, അവന് വേണ്ടാന്ന് തോന്നുന്നു. അവൻ എപ്പോഴെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എടുത്ത് തിന്നോളും. അല്ല 2 മിനിറ്റോടെ കഴിഞ്ഞിട്ട് എടുത്ത് തിന്നില്ലേ നമുക്കിത് പൂച്ചക്കുഞ്ഞൊക്കെ അവിടെ ഇരിപ്പുണ്ട്, ബ്ലാക്ക് അവിടെ ഇരിപ്പുണ്ട്. ബ്ലാക്കിനെ കണ്ടാ? ബ്ലാക്കി കണ്ടോ? അവൾക്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഗൈസ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ നമ്മൾ ചാള കൊടുക്കുന്ന മാത്രമല്ല, നമുക്ക് വേറെ മീനൊക്കെ കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി മീനൊക്കെ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ മീനിൻ്റെ മണം അടിച്ച് ഇതേ ഒരു ഭീകരൻ അതിലൂടെ പതുങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ വീട്ടിലെ പൂച്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്വന്തം വേട്ടക്കാരൻ, ഓക്കെ സോറി. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളുടെ സ്വന്തം വേട്ടക്കാരൻ സൈനിങ് ഓഫ്. ബൈ.